സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങളിൽ മുൻ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാന് വൻ തിരിച്ചടി. ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ നിയമനങ്ങൾ നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. സർക്കാർ നൽകുന്ന പാനലുകളിൽ നിന്ന് മാത്രമേ VC നിയമനം നടത്താവൂ എന്നും കോടതി വ്യക്തമാക്കി. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലേക്ക് സർക്കാർ നൽകിയ പട്ടിക മറികടന്ന് തന്നിഷ്ടപ്രകാരം VCമാരെ നിയമിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ചോദ്യം ചെയ്താണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമനം നിയമപരമല്ല എന്നായിരുന്നു സർക്കാർ വാദം. സർക്കാർ നിലപാട് അംഗീകരിച്ച കോടതി സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ താൽക്കാലിക VCമാരെ നിയോഗിക്കാവൂ എന്ന് വ്യക്തമാക്കി. സിസ തോമസ് കേസിൽ 2023 ഫെബ്രുവരി 16 ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി ചൂണ്ടിക്കാട്ടി. ഈ ഉത്തരവ് ഗവർണർ പാലിക്കണമെന്നും കോടതി പറഞ്ഞു. 2 സർവകലാശാലകളിലെയും താൽക്കാലിക VCമാരുടെ കാലാവധി ഈ ആഴ്ച അവസാനിക്കുന്ന സാഹചര്യത്തിൽ നിയമനത്തിൽ ഇപ്പോൾ ഇടപെടുന്നില്ലെന്ന് കോടതി പറഞ്ഞു. KTUവിലേക്ക് പ്രൊഫസർ K ശിവപ്രസാദിനെയും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്ക് സിസ തോമസിനെയും നിയമിച്ച ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടിയാണ് സർക്കാർ കോടതിയിൽ ചോദ്യം ചെയ്തത്. സർവകലാശാല ആക്ട് പ്രകാരവും UGC റെഗുലേഷൻസ് പ്രകാരവും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് പ്രകാരവും VC നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് മാത്രമേ നടത്താവൂ എന്ന് സർക്കാർ വാദിച്ചു. ഈ വാദം ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. കൈരളി ന്യൂസ്, കൊച്ചി. ഈ വിഷയത്തിലെ കൂടുതൽ വിവരങ്ങളുമായി സലിം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സലിം മുഹമ്മദ്, ഫലത്തിൽ ആരിഫ് മുഹമ്മദ് ഖാനാണ് തിരിച്ചടിയെങ്കിലും കോടതി വ്യക്തമാക്കിയ കാര്യങ്ങൾ ഗവർണർമാരോടാണ്, ചാൻസലർമാരോടാണ്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താൻ പറ്റുള്ളൂ, അധികാരമില്ല, നിർദ്ദേശങ്ങൾ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുക എന്നത് മാത്രമേ ഉള്ളൂ ചാൻസലർമാർക്ക്, ഗവർണർമാർക്ക്. അതാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അതായത് താൽക്കാലിക VCമാരുടെ നിയമനക്കാര്യത്തിൽ സർക്കാർ നൽകുന്ന പട്ടിക പ്രധാനപ്പെട്ടതാണെന്ന് പല തവണ ഹൈക്കോടതി ഓർമ്മിപ്പിച്ചതാണ്. ഈ അടുത്ത ആളുകളിൽ ഒരു വർഷം മുമ്പ് ഡിവിഷൻ ബെഞ്ച് സിസ തോമസുമായി ബന്ധപ്പെട്ട കേസിൽ കൃത്യമായൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതുമാണ്. താൽക്കാലിക VCമാരുടെ നിയമനത്തിൽ സർക്കാർ പട്ടികയിൽ നിന്ന് തന്നെ വേണം നിയമനം നടത്താൻ എന്നുള്ളതാണ്. അതായത് ഈ പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാളെ തന്നിഷ്ടപ്രകാരം ചാൻസലർക്ക് നിയോഗിക്കാൻ കഴിയില്ല. അതായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അതിന് 2-3 കാരണങ്ങളൊന്ന് കോടതി പറഞ്ഞിരുന്നു. ഒന്ന്, അതായത് സർവകലാശാലകളുടെ ആക്ട്, മറ്റൊന്ന് UGC റെഗുലേഷൻസ്. ഇതെല്ലാം പരിഗണിച്ച് തന്നെയാണ് കോടതി എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവിൻ്റെ കാര്യത്തിൽ അത് പിന്നീട് മറ്റൊരു കേസ് വന്നപ്പോൾ ആ ഉത്തരവ് നടപ്പിലാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഈ കേസിന് ആസ്പദമായ സംഭവം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാങ്കേതിക സർവകലാശാല, അതായത് KTU, ഡിജിറ്റൽ സർവകലാശാല, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആ 2 സർവകലാശാലകളിലും VCമാരുടെ ഒഴിവ് വന്നപ്പോൾ ചാൻസലർ ആയിരുന്ന ഗവർണർ അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു 2 പേരെ അങ്ങ് നിയോഗിച്ചു. അതിൽ ഒരാൾ സിസ തോമസ് ആണ്. അപ്പോൾ സ്വാഭാവികമായും അത് വലിയ തർക്കത്തിന് കാരണമായി. കാരണം സർക്കാർ 3 പേരടങ്ങുന്ന 2 പട്ടികകൾ സമർപ്പിച്ചിരുന്നു. ആ 2 പട്ടികകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ മാത്രമേ നിയമപരമായി ചാൻസലർക്ക് അധികാരമുള്ളൂ. ചാൻസലർക്ക് അതേ ചെയ്യാൻ കഴിയൂ. പക്ഷേ അത് ചെയ്യാതെ തന്നിഷ്ടപ്രകാരം സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില ആളുകളെ താൽക്കാലിക VCമാരായി നിയോഗിക്കുന്ന സമീപനമാണ് അന്ന് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ചത്. ഗവർണറുടെ ആ നടപടിയാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. മുമ്പ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ അതേ കാര്യം തന്നെ ഇന്ന് സിംഗിൾ ബെഞ്ചും വ്യക്തമാക്കി. അതായത് ഇത്തരത്തിൽ താൽക്കാലിക VCമാരെ നിയമിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പട്ടികയിൽ നിന്ന് തന്നെ വേണം. തന്നിഷ്ടപ്രകാരം ഒരു നിയമനം നടത്താൻ ചാൻസലർക്ക്, ഗവർണർമാർക്ക് അധികാരമില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഗവർണറുമായി, ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട്, സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ ഇതിനകം തന്നെ കേരളം കണ്ടതാണ്. ആ നിയമ പോരാട്ടങ്ങളിലൊക്കെയും ഏതാണ്ട് ഒരു 4-5 വർഷത്തെ ചരിത്രം എടുത്താൽ, അതായത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ടേമിലെ ആ കാലഘട്ടത്തെ തർക്കങ്ങൾ എടുത്താൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. നിരന്തരം ഇത് കോടതിയിലെത്തുകയും ഈ കോടതിയിൽ നിരന്തരം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നടപടികൾ തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിലനിൽക്കെയാണ് ആ സന്ദർഭത്തിൽ പോലും തന്നിഷ്ടപ്രകാരം ഒരു നിയമനത്തിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ചാൻസലർ എന്ന പദവി ഉപയോഗിച്ച് ശ്രമിച്ചത്. അതാണ് കുരുക്കിലേക്ക് നീങ്ങിയത്. അതിപ്പോൾ കോടതി വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം നിയമിക്കാൻ ചാൻസലർക്ക് കഴിയില്ല എന്നുള്ള കാര്യം. അതാണ് ഇന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ആരിഫ് മുഹമ്മദ് ഖാന് മാത്രമല്ല, നിയമപരമായ ആരിഫ് മുഹമ്മദ് ഖാൻ തിരിച്ചടിയെങ്കിലും രാഷ്ട്രീയമായി അത് UDFന് ലഭിച്ച തിരിച്ചടി കൂടിയാണെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഗവർണർ എന്ന നിലയ്ക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്താൻ നടത്തിയ എല്ലാ ശ്രമങ്ങളെയും കണ്ണടച്ച് പിന്തുണയ്ക്കുന്ന സമീപനമാണ് UDF നേതൃത്വം ചെയ്തത്. ആ UDF നേതൃത്വത്തിൻ്റെ ആ സമീപനത്തിന് കിട്ടിയ തിരിച്ചടിയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമങ്ങളും
യൂണിവേഴ്സിറ്റി സേവ് ഫോറം പോലുള്ള ചില സംഘടനകളും ചില കടലാസ സംഘടനകളും ഒക്കെ ഇത്തരത്തിലൊരു സമീപനം നിരന്തരം സ്വീകരിച്ചു വന്നിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തികളെല്ലാം അത് സംഘപരിവാർ താല്പര്യത്തിന് അനുസൃതമായിരുന്നു. ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായി ചെയ്ത പ്രവർത്തികളെല്ലാം പിന്തുണക്കുന്ന സമീപനമാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും സ്വീകരിച്ചത്. അവർക്ക് ഏറ്റ തിരിച്ചടി കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്ന കാര്യം തർക്കമില്ല. സിജു, ശരി. സാലിം മുഹമ്മദാണ് കൊച്ചിയിൽ നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ഇല്ലാത്ത അധികാരങ്ങൾ ഉണ്ടെന്ന് കരുതുന്നവർക്ക് കിട്ടിയ ഒരു താക്കീത് കൂടിയായിരുന്നു ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് ഉയർന്ന് കേട്ടത്.